പ്രിയപ്പെട്ടവരെ നമസ്കാരം. മുട്ടറ മരുതിമല കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വിളിയം ഗ്രാമപഞ്ചായത്തിലാണ് മുട്ടറയിലാണ് മരുതിമല സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 900 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മരുതിമലയിൽ നിന്നാൽ കൊല്ലം ജില്ലയിലെ ഗ്രാമങ്ങളുടെ നേർക്കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ ആദ്യ ഹരിതവന പദ്ധതി നടപ്പിലാക്കിയ വനേതര പ്രദേശമാണ് മരുതിമല. 38 ഏക്കർ വരുന്ന സ്ഥലത്താണ് മരുതിമല ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ വരദാനമെന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടമാണ് മരുതിമല. ഇവിടെ കാണുന്ന ഭഗവാൻ പാറയിൽ ഒരു ആൽമരവും മാവും ഇടചേർന്ന് വളർന്നിരിക്കുന്നു. അഭീഷ്ടസിദ്ധിക്കായി ചുവന്ന പട്ടുതുണി ഇവിടെ ആലിൽ കെട്ടാറുണ്ട്. ചുവട്ടിലായി കൽവിളക്കുകളും പാറയിൽ കൊത്തിയെടുത്ത ഹനുമാൻ സ്വാമിയുടെ രൂപവും കാണാം. സമീപത്തായി പാറയിൽ കുറച്ച് പാറകഷ്ണങ്ങൾ അടുക്കിയിരിക്കുന്ന ഇതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. മുട്ടറ ഇണ്ടളയപ്പൻ ക്ഷേത്രം, ചെറുകരക്കോണം പരബ്രഹ്മ ക്ഷേത്രം, കട്ടയിൽ കാവിൽ ഭഗവതി ക്ഷേത്രം എന്നിവയുടെയൊക്കെ സംഗമ കേന്ദ്രം കൂടിയാണ് മരുതിമല. ഇവിടുത്തെ ഭഗവാൻ പാറയിൽ മേൽപ്പറഞ്ഞ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിപ്പോരുന്നു. മലക്കൊട, മലയൂട്ട് എന്നിവയാണ് അവയിൽ പ്രധാനം. മലയൂട്ട് മലക്കുടയാഘോഷത്തിൻ്റെ മറ്റൊരു പ്രധാന ചടങ്ങാണ് മലയിലെ ഊട്ട് എന്ന മലയൂട്ട്. മരുതിമലയിലെ സങ്കല്പ ദേവതകൾക്കെല്ലാം ഊട്ട് നൽകുന്നതോടൊപ്പം മലയിലെ വാനര വൃന്ദത്തിന് സദ്യ നൽകുന്നതാണ് മലയൂട്ടിലെ പ്രധാന ചടങ്ങ്. ഭഗവാൻ പാറയ്ക്ക് വടക്കുഭാഗത്തുള്ള വിസ്തൃതമായ സീതപ്പാറയിലാണ് ആചാരപരമായി ഭക്ഷണം നൽകുന്നത്. അത്യപൂർവമായ ജൈവ വൈവിധ്യവും ഇവിടുത്തെ പ്രത്യേകതയാണ്. വിവിധ ഇനം ഔഷധ സസ്യങ്ങൾ കൂടാതെ ദർഭപ്പുല്ലുകൾ ഇവിടെ സമൃദ്ധിയായി വളരുന്നു. ഭാരതീയ സംസ്കാരത്തിലും ആയുർവേദത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് കാർത്തിക കമ്പ് എന്ന് വിളിക്കുന്ന ദർഭപ്പുല്ല്. ഇവ കൂടാതെ ഇഞ്ചിപ്പുല്ല് അഥവാ വാറ്റുപുല്ലും ഇവിടെ സമൃദ്ധിയായി വളരുന്നു. ചെമ്പൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് മരുതിമല. ചില ദിവസങ്ങളിൽ കുരങ്ങന്മാരെ ഇവിടെ എത്തുന്നവർക്ക് കൂട്ടത്തോടെ കാണാൻ കഴിയും. മനുഷ്യരുമായി നല്ല സൗഹൃദമുള്ളവരാണ് ഇവിടുത്തെ കുരങ്ങന്മാർ. ഓണ നാളുകളിൽ സ്ഥിരമായി ഇവിടുത്തെ വാനരന്മാർക്ക് നാട്ടുകാരുടെയും പ്രകൃതി സ്നേഹികളുടെയും വകയായി ഓണസദ്യ നൽകുന്ന ഒരു പതിവും ഇവിടെയുണ്ട്. വിളിയം ഗ്രാമപഞ്ചായത്തിനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനുമാണ് ഇവിടുത്തെ മേൽനോട്ടം. മരുതിമലയുടെ പേരുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളാണ് ഇവിടെയുള്ളത്. മരുത് മരങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന സ്ഥലമായതിനാലാണ് മരുതിമല എന്ന് പേര് കിട്ടിയതെന്നും പഴയകാലത്ത് മരുതിമല ദേവൻകുന്ന് എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേരത്രേ. മരുത് എന്നതിന് കാറ്റ് എന്ന് അർത്ഥമുണ്ടെന്നും അതുപോലെ ധാരാളം കാറ്റ് എപ്പോഴും ലഭിക്കുന്ന സ്ഥലമായതിനാൽ മരുതിമല എന്ന പേര് വന്നു എന്നും ത്രേതായുഗത്തിൽ രാവണ യുദ്ധവേളയിൽ എതിരാളികളുടെ അസ്ത്രമേറ്റ് ബോധരഹിതനായി വീണ ലക്ഷ്മണനെ രക്ഷിക്കുവാനായി ശ്രീരാമഭക്തനായ ഹനുമാൻ മൃതസഞ്ജീവനെ തേടി പുറപ്പെടുകയും മൃതസഞ്ജീവനിയും കാണാതെ മരുത്വാമല തന്നെ ഇളക്കിക്കൊണ്ട് യുദ്ധരംഗത്തേക്ക് ആകാശമാർഗെ പോകുന്ന വേളയിൽ ആ ഒരു മലയുടെ ഒരു ഭാഗം അടർന്ന് ഭൂമിയിൽ പതിച്ചതാണ് മരുതിമല എന്നുള്ളതാണ് പേരുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള പ്രധാന ഐതിഹ്യം. ഏകദേശം 30 മിനിറ്റോളം സമയമെടുക്കും നമുക്ക് മരുതിമലയുടെ മുകളിൽ എത്തിച്ചേരുന്നതിനായി. കരിങ്കൽ കൂട്ടങ്ങളിടയിലൂടെ കയറി മുകളിൽ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മനോഹരമായ കുളിർക്കാറ്റും അതിമനോഹരമായ കാഴ്ചകളുമാണ്. ആകർഷകമായ പാറക്കെട്ടുകളും പുൽമേടുകളും ചെറു കുളങ്ങളും വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളും ഇവിടെ കാണപ്പെടുന്നു. വന്യജീവികൾ താമസിച്ചു പോകുന്ന പുലിച്ചാണുകളും പാറയിടുക്കുകളും കൊച്ചു ഗുഹകളും ധാരാളമായി ഇവിടെ കാണാം. കസ്തൂരിപ്പാറ, ഭഗവാൻ പാറ, കാറ്റാടിപ്പാറ എന്നീ വലിയ 3 പാറകൾ ചേരുന്നതാണ് മരുതിപാറയുടെ അതിമനോഹരമായ കാഴ്ചകൾ. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.